നമസ്കാർ, ഞാൻ ഹരിത. ഹിന്ദി വിത്ത് ഹരിത എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പാരോ ആനന്ദ് എഴുതിയ രൂരു എന്ന കഹാനിയാണ് പഠിക്കാൻ പോകുന്നത്. കഹാനി എന്ന് പറഞ്ഞാൽ കഥ, സ്റ്റോറി എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കഥയുടെ പകുതി വരെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിന്റെ ബാക്കിയാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത സ്റ്റോറി നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് പറഞ്ഞു തരാം. ആദ്യം തന്നെ രൂരു ഒരു കങ്കാരുവിന്റെ കുഞ്ഞാണെന്നാണ് പറയുന്നത്. നായക്ക് ഹിന്ദിയിൽ കുത്ത എന്ന് പറയും, പൂച്ചയ്ക്ക് ബില്ലി എന്നും. അപ്പൊ നായയുടെ കുട്ടിയെ പിള്ള എന്നും പൂച്ചയുടെ കുട്ടിയെ ബിലോട്ട എന്നും വിളിക്കുന്നത് പോലെ കങ്കാരുവിന്റെ കുഞ്ഞിനെ ജോയ്സ് എന്നാണ് വിളിക്കുന്നത്. പിന്നെ നമ്മുടെ കഥയിൽ പറയുന്നത് ഒരു അമ്മയായ കങ്കാരു അതിന്റെ കുഞ്ഞിനെ രൂരു എന്നാണ് വിളിച്ചിരുന്നത്. കാരണം അത് എപ്പോഴും കരയുമായിരുന്നു. അങ്ങനെ അമ്മ അവനോട് എന്തിനാ എപ്പോഴും കരയുന്നത് എന്ന് ചോദിച്ചപ്പോ രൂരു പറഞ്ഞു, എനിക്കൊരു ഫ്രണ്ടും ഇല്ല, എനിക്കൊരു സുഹൃത്തും ഇല്ല എന്ന് പറഞ്ഞു. അത് കേട്ട് ഈ അമ്മ എന്ത് ചെയ്തു? ഈ അമ്മ ഇങ്ങനെ തുള്ളിച്ചാടാൻ തുടങ്ങി. അതായത് ഈ കങ്കാരുവിന്റെ കുഞ്ഞുങ്ങൾ 6 തൊട്ട് 9 മാസം വരെ ഇവരുടെ സഞ്ചിയിലായിരിക്കും ഉണ്ടാവുക, ഈ കങ്കാരുവിന്റെ പൗച്ചില്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഫ്രണ്ട്സിനെ ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ആ കാരണത്താൽ എന്താണ്, നമ്മുടെ രൂരു വളരെ സങ്കടത്തിലാണ്. അങ്ങനെ അമ്മ രൂരുവിനോട് പറയാണ്, സമയമായി, ഇനി നീ മടിത്തട്ടിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഫ്രണ്ട്സിനെ പോയി കണ്ടെത്തുക എന്ന് ഈ അമ്മ രൂരുവിനോട് പറഞ്ഞു. അങ്ങനെ രൂരു പേടിച്ച് മടിയോടെ തല പുറത്തിട്ടു. അതിന്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ലോകം എത്ര വലുതാണ്, എത്ര മനോഹരമാണ്, എത്ര അധികം നിറങ്ങളും ശബ്ദങ്ങളും സുഗന്ധങ്ങളും ആണ് ഈ ലോകത്തുള്ളതെന്ന് രൂരു മനസ്സിലാക്കി. അപ്പൊ ഈ പുറത്ത് എത്ര വലിയ ലോകമായിരുന്നു എന്ന് കണ്ടപ്പോ രൂരു പകച്ചുപോയി. അങ്ങനെ അമ്മയായ കങ്കാരു കുറച്ചു നേരം ക്ഷമയോടെ നിന്നു. ഈ രൂരു സ്വയം ഈ സഞ്ചിയിൽ നിന്ന്, ഈ പൗച്ചിൽ നിന്ന് പുറത്തു കടക്കാൻ ശ്രമിക്കുന്നത് നോക്കാൻ തുടങ്ങി. അങ്ങനെ രൂരു പൗച്ചിൽ നിന്ന്, തന്റെ അമ്മയായ കങ്കാരുവിന്റെ സഞ്ചിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അപ്പൊ ഇതുവരെയായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ രൂരു ആ സഞ്ചിയിൽ നിന്ന് പുറത്ത് വന്നിട്ട് എന്തൊക്കെ സംഭവിച്ചു എന്ന് നമുക്കിനി വായിച്ചു മനസ്സിലാക്കാം. നീച്ചി ടെഹനി പർ ഏക് ചിടിയ ഗാന ഗാ രഹി ഥി. ടെഹനി എന്ന് പറഞ്ഞാല് മരച്ചില്ല, ഏക് എന്ന് പറഞ്ഞാല് ഒരു, ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷി എന്നാണ്, ഗാന എന്ന് പറഞ്ഞാല് പാട്ട്. താഴ്ന്ന ഒരു മരച്ചില്ലയിൽ ഒരു പക്ഷി പാട്ട് പാടുന്നുണ്ടായിരുന്നു. രൂരുവിനെ ചിടിയാസി പൂച്ചന ചാഹാക്കി ക്യാ ഉസേ ഓർ ഗാനെ ബി ആതേ ഹേ. ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷിയാണ്, ബേർഡ് എന്നുള്ള അർത്ഥാണ്. പൂച്ചന എന്ന് പറഞ്ഞാല് ചോദിക്കാൻ, ചാഹ ആഗ്രഹിച്ചു. രൂരു ഈ പക്ഷിയോട് ചോദിക്കാൻ ആഗ്രഹിച്ചു, അതിന് ഇനിയും കൂടുതൽ പാട്ടുകൾ അറിയുമോ എന്ന്. ക്യാ വോ ഉസേ ഗാന സിഖാദേഗി. ഗാന എന്ന് പറഞ്ഞാല് പാട്ടാണ്, സിഖാദേഗി എന്ന് പറഞ്ഞാല് പഠിപ്പിക്കുമോ. അപ്പൊ രൂരു, കങ്കാരുവിന്റെ കുഞ്ഞായ രൂരു ആ പക്ഷിയോട് എന്താ ചോദിക്കാൻ ആഗ്രഹിച്ചേ? ഉസേ ഓർ ഗാനെ ബി ആത്തേ ഹേ. ഈ പക്ഷിക്ക് കൂടുതൽ ഇനിയും പാട്ടുകൾ അറിയോ എന്ന് ചോദിക്കാൻ ആഗ്രഹിച്ചു. പിന്നെ എന്താ ചോദിക്കാൻ ആഗ്രഹിച്ചേ? ക്യാ വോ ഉസേ ഗാന സിഖാദേഗി. അതായത് പക്ഷി രൂരുവിനെ പാട്ട് പഠിപ്പിക്കുമോ എന്ന്. അപ്പൊ ഈ ചോദ്യങ്ങൾ ചോദിച്ചപ്പോ പക്ഷി എന്താ ചെയ്തതെന്നറിയോ? പർ ചിടിയ ഉടുക്കർ ദൂസരി പേട് പർ ബാഠ് ഗയി. പർ എന്ന് പറഞ്ഞാല് പക്ഷി, ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷിയാണ്, പേട് എന്ന് പറഞ്ഞാൽ മരം, ബാഠ് ഗയി എന്ന് പറഞ്ഞാല് ഇരുന്നു. പക്ഷി പറന്ന് എന്ത് ചെയ്തു? മറ്റൊരു മരത്തില് ഇരുന്നു. രുക്കോ രുക്കോ ജാവോ മറ്റ്. രുക്കോ എന്ന് പറഞ്ഞാല് നിൽക്കൂ. അപ്പൊ രൂരു ഈ പക്ഷിയോട് പറയാണ്, നിൽക്കൂ നിൽക്കൂ, പോകരുത്, പോകല്ലേ എന്ന് പറയാണ്. ചിടിയാക്കെ പീച്ചെ കൂതത്താ ഹുവ രൂരുവിനെ ചില്ലായ. കൂതന എന്ന് പറഞ്ഞാല് ചാടുക എന്നാണ്. ചില്ലായ എന്ന് പറഞ്ഞാല് ഉച്ചത്തിൽ വിളിച്ചു, നമ്മൾ ഒച്ച വെക്കുന്നതിനാണ്. അപ്പൊ രൂരു എന്ത് ചെയ്തു? പക്ഷിയുടെ പിന്നാലെ ചാടിക്കൊണ്ടു രൂരു ഉച്ചത്തിൽ വിളിച്ചു, അതായത് ഇങ്ങനെ ഒച്ച വെച്ചു. ചിടിയ ബോലി. പക്ഷി പറഞ്ഞു, മേ രുക് നഹി സക്തി, ബഹുത് ബൂരാ ഹോ ഗയാ ഹെ. ബൂര എന്ന് പറഞ്ഞാല് മോശം, നല്ലതല്ലാത്തത് എന്നൊരർത്ഥാണ് വരുന്നത്. ഇവിടെ ആപത്ത് എന്നാണ് വരുന്നത്. ഹോ ഗയാ ഹെ എന്ന് പറഞ്ഞാല് സംഭവിച്ചു, എനിക്ക് നിൽക്കാനാകില്ല, വളരെ വലിയൊരു ആപത്ത് സംഭവിച്ചു എന്ന് പക്ഷി രൂരുവിനോട് പറഞ്ഞു. ക്യാ ബൂരാ ഹുവ. എന്താപത്ത് സംഭവിച്ചു എന്ന് രൂരു പക്ഷിയോട് ചോദിച്ചു. പിച്ഛലി രാത് ഭയാനക തൂഫാൻ ആയാ ഥ. പിച്ഛലി എന്ന് പറഞ്ഞാല് കഴിഞ്ഞ, രാത് എന്ന് പറഞ്ഞാല് രാത്രി, നൈറ്റ് എന്നുള്ള അർത്ഥാണ്.
ഭയാനക് എന്ന് പറഞ്ഞാല് ഭയാനകമായ, തൂഫാൻ എന്ന് പറഞ്ഞാല് കൊടുങ്കാറ്റ്. കഴിഞ്ഞ രാത്രി ഭയാനകമായ പേടിപ്പെടുത്തുന്ന കൊടുങ്കാറ്റ് വന്നിരുന്നു, വീശിയിരുന്നു എന്ന് പക്ഷി രൂരുവിനോട് പറഞ്ഞു. മേരാ ഗോസ്ല ബിഖർ ഗയാ ഹെ. മേര എന്ന് പറഞ്ഞാല് എന്റെ, ഗോസ്ല എന്ന് പറഞ്ഞാല് പക്ഷിക്കൂട്, കൂട് എന്നുള്ള അർത്ഥാണ്. ബിഖർ ഗയാ ഹെ എന്ന് പറഞ്ഞാല് തകർന്നുപോയി, എന്റെ പക്ഷിക്കൂട് തകർന്നുപോയി എന്ന് പക്ഷി രൂരുവിന്റെ അടുത്ത് പറഞ്ഞു. കഹി മേരെ ബच्चे गिर न जाए, मैं गाना नहीं गा रही थी, अपने साथी को बुला रही थी, वो आ जाए तो हम मिलकर जल्दी जल्दी घोंसला ठीक कर ले. മേരെ എന്ന് പറഞ്ഞാല് എന്റെ, ബച്ചെ എന്ന് പറഞ്ഞാല് കുട്ടികൾ, കുഞ്ഞുങ്ങൾ എന്നുള്ള അർത്ഥാണ്. മേ എന്ന് പറഞ്ഞാല് ഞാൻ, ഗാന പാട്ടാണ്. സാത്തി എന്ന് പറഞ്ഞാല് കൂട്ടുകാരൻ, കൂട്ടുകാരി, പങ്കാളി, ഇണ, അങ്ങനെ പല അർത്ഥങ്ങളുണ്ട്. ബുലാരഹീത്തി എന്ന് പറഞ്ഞാല് വിളിക്കുകയായിരുന്നു. ഹം എന്ന് പറഞ്ഞാല് ഞങ്ങൾ എന്നുള്ള അർത്ഥാണ്. ജൽദി എന്ന് പറഞ്ഞാല് പെട്ടെന്ന്, വേഗത്തിൽ. ഗോസ്ല എന്ന് പറഞ്ഞാല് കൂട് എന്നുള്ള അർത്ഥാണ്. രാത്രിയില് ഭയാനകമായ കൊടുങ്കാറ്റ് വീശിയിട്ട് ഈ പക്ഷിയുടെ കൂട് തകർന്നു എന്ന് പക്ഷി പറയുന്നുണ്ട് രൂരുവിന്റെ അടുത്ത്. അപ്പൊ പക്ഷികളുടെ കൂട്ടിൽ എന്താ ഉണ്ടായിരിക്കുക, അവരുടെ കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കും അല്ലെ. അപ്പൊ ഈ രാത്രിയില് ഭയാനകമായ കൊടുങ്കാറ്റ് വീശിയിട്ട് ഈ പക്ഷിയുടെ കൂട് തകർന്നു. അപ്പൊ പക്ഷിയുടെ കൂട്ടിൽ എന്താ ഉണ്ടായിരിക്കുക, അതിന്റെ കുട്ടികൾ ഉണ്ടായിരിക്കും. അപ്പൊ ഈ പക്ഷിക്ക് പേടിയുണ്ട്, എവിടെയെങ്കിലും തന്റെ കുഞ്ഞുങ്ങൾ വീഴുകയില്ലേന്ന്. അപ്പൊ ഈ കുട്ടികളെ വീഴാതിരിക്കാൻ മേ ഗാനാ നഹി ഗാ രഹി തി, അപ്പനെ സാത്തി കോ ബുലാ രഹി തി, ഈ പക്ഷി പാട്ട് പാടുകയായിരുന്നില്ല. അപ്പനെ സാത്തി കോ ബുലാ രഹി തി, തന്റെ സുഹൃത്തിനെ, തന്റെ കൂട്ടുകാരനെ വിളിക്കുകയായിരുന്നു. वो आ जाए तो हम मिलकर जल्दी जल्दी घोंसला ठीक कर ले. ആ പക്ഷിയുടെ സാത്തി വന്നു കഴിഞ്ഞാല് ഞങ്ങൾ ഒരുമിച്ച് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, വേഗത്തില് പക്ഷിക്കൂട് ശരിയാക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഈ പക്ഷി പാട്ട് പാടിക്കൊണ്ടിരുന്നത്. പക്ഷെ പക്ഷി എന്താ പറയുന്നത്, ഞാൻ പാട്ട് പാടുകയായിരുന്നില്ല, എന്റെ സാത്തിയെ വിളിക്കുകയായിരുന്നു എന്നാണ് പറയുന്നത്. രൂരുവും പക്ഷിയും സംസാരിക്കുന്ന ചിത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഈ പക്ഷി രൂരുവിന്റെ അടുത്ത് എന്താ പറയുന്നത്, എനിക്കിവിടെ നിൽക്കാൻ പറ്റില്ല, ഒരു ആപത്ത് സംഭവിച്ചിട്ടുണ്ട്. എന്താണ് ആപത്ത്? കഴിഞ്ഞ രാത്രിയില് ഒരു കൊടുങ്കാറ്റ് വീശിയിട്ട് ആ പക്ഷിയുടെ കൂട് തകർന്നു. അപ്പൊ രൂരു ഈ പക്ഷി മരച്ചില്ലയിൽ ഇരുന്ന് പാട്ട് പാടുകയാണ് എന്നാണല്ലേ ആദ്യം വിചാരിച്ചിരുന്നത്. അപ്പൊ ഈ പക്ഷി പറയാണ്, ഞാൻ പാട്ട് പാടുകയായിരുന്നില്ല, എന്റെ സാത്തിയെ വിളിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്? ഈ പക്ഷിയുടെ കൂട് വേഗത്തിൽ, എളുപ്പത്തില് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പൊ നിങ്ങൾക്ക് കഥ ഇതുവരെ മനസ്സിലായല്ലോ. അപ്പൊ ഇനി ഇതിന്റെ ബാക്കി എന്താണ് സംഭവിച്ചതെന്ന് നമുക്ക് വായിച്ചു. രൂരു ചിടിയാ കെ സാത്ത് ചൽപട. ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷിയാണ്, സാത്ത് എന്ന് പറഞ്ഞാല് കൂടെ, ഒപ്പം. ഇപ്പൊ രൂരു പക്ഷിയോടൊപ്പം ഇങ്ങനെ നടക്കാൻ തുടങ്ങി. പക്ഷി പറന്നു പോവുകയും രൂരു അതിന്റെ കൂടെ നടന്നു. ബच्चे ജമീൻ പർ ബേഹാൽ പടേ ഹുവേ തേ. ബച്ചെ എന്ന് പറഞ്ഞാല് കുട്ടികള്, കുഞ്ഞുങ്ങള്. ജമീൻ എന്ന് പറഞ്ഞാല് നിലത്ത്. ബേഹാൽ എന്ന് പറഞ്ഞാല് ബൂരിയ ഹാലത് മീൻ എന്നാണ്, അതായത് മോശപ്പെട്ട അവസ്ഥയിൽ. ഈ കുട്ടികളെ നിലത്ത് മോശപ്പെട്ട അവസ്ഥയിൽ കിടക്കുകയായിരുന്നു. ചിടിയ ജോർ സെ റോയി. ചിടിയ പക്ഷി, ബേർഡ് എന്നുള്ള അർത്ഥാണ്. ജോർ സെ എന്ന് പറഞ്ഞാല് ഉച്ചത്തില്. റോയി എന്ന് പറഞ്ഞാല് കരഞ്ഞു. പക്ഷി ഉച്ചത്തില് കരഞ്ഞു. തന്റെ കുഞ്ഞുങ്ങളെ നിലത്ത് വളരെ മോശപ്പെട്ട അവസ്ഥയിൽ കിടക്കുന്നത് കണ്ടിട്ട് എന്ത് ചെയ്തു, ഈ പക്ഷി ഒച്ചത്തിൽ കരഞ്ഞു. ഉസ്കി ആവാസ് സുൻ ഉസ്കാ സാത്തി ഉഡ്താ ഹുവ ആയ. ആവാസ് എന്ന് പറഞ്ഞാല് ശബ്ദം, സൗണ്ട് എന്നുള്ള അർത്ഥാണ്. സാത്തി എന്ന് പറഞ്ഞാല് കൂട്ടുകാരൻ, കൂട്ടുകാരി, പങ്കാളി, ഇണ, ഫ്രണ്ട്, അങ്ങനെ പല അർത്ഥങ്ങളും ഉണ്ട്. ഉഡ്ത എന്ന് പറഞ്ഞാല് പറന്ന്, ആയ വന്നു. അപ്പൊ അവളുടെ ശബ്ദം കേട്ട്, ഈ പക്ഷിയുടെ ശബ്ദം കേട്ടിട്ട് അതിന്റെ കൂട്ടുകാരൻ പറന്നു വന്നു. ഉൻ ദോനോ കോ ഉദാസ് ദേഖ് രൂരു കോ ഏക് ഖ്യാൽ ആയ. ഉദാസ് എന്ന് പറഞ്ഞാല് സങ്കടം, ദുഃഖം. അപ്പൊ ഈ അവർ രണ്ടുപേരുടെയും സങ്കടം കണ്ട്, ദുഃഖം കണ്ടിട്ട് രൂരുവിന് ഒരു ചിന്ത വന്നു. മുജെ ഏക് ജഗ മാലൂം ഹെ. അപ്പൊ രൂരു ഈ പക്ഷികളോട് പറയാണ്, മുജെ എനിക്ക്, ഏക് എന്ന് പറഞ്ഞാല് ഒരു, ജഗ എന്ന് പറഞ്ഞാല് സ്ഥലം, മാലൂം എന്ന് പറഞ്ഞാല് അറിയാം, എനിക്കൊരു സ്ഥലം അറിയാം. जब तक बच्चे उड़ने लायक नहीं हो जाते वे आराम से वही रह सकते हैं. ഉഡ്നെ ലായക് എന്ന് പറഞ്ഞാല് പറക്കാനുള്ള പ്രാപ്തി. വേ എന്ന് പറഞ്ഞാല് അവർ,
ആരാംസെ എന്ന് പറഞ്ഞാല് സ്വസ്ഥമായിട്ട്. ഇപ്പൊ രൂരു എന്താ പറയുന്നത്, എനിക്കൊരു സ്ഥലം അറിയാം, കുട്ടികൾ പറക്കാന് പ്രാപ്തരാകുന്നത് വരെ, അല്ലെങ്കിൽ ഈ കുട്ടികൾ പറക്കാനുള്ള പ്രാപ്തി എപ്പോഴാണോ ആകുന്നത്, അതാകുന്നത് വരെ അവർക്ക് സ്വസ്ഥമായിട്ട് അവിടെ താമസിക്കാമെന്ന് ഈ രൂരു ഈ പക്ഷികളോട് പറയാണ്. फिर क्या था, रूरू की मदद से अम्मी ने धीरे धीरे सारे बच्चों को अपनी नरम मुलायम जेब में रख लिया. फिर क्या था, പിന്നീട് എന്താ സംഭവിച്ചത്, പിന്നെ എന്താ ഉണ്ടായത്? മദദ് എന്ന് പറഞ്ഞാല് സഹായം, അമ്മി എന്ന് പറഞ്ഞാല് അമ്മയാണ്, രൂരുവിന്റെ അമ്മയാണ്, അതായത് നമ്മുടെ കങ്കാരു. ധീരെ ധീരെ പതുക്കെ, സാരെ എന്ന് പറഞ്ഞാല് മുഴുവൻ അല്ലെങ്കിൽ എല്ലാം, നരം എന്ന് പറഞ്ഞാല് മൃദുവായ സോഫ്റ്റ് ആയിട്ടുള്ളത്, മുലായം എന്ന് പറഞ്ഞാല് കോമളമായ, ജേബ് എന്ന് പറഞ്ഞാല് സഞ്ചി പൗച്ച് എന്നുള്ള അർത്ഥമാണ് വരുന്നത്. അപ്പൊ രൂരു ഈ പക്ഷിയെയും കുഞ്ഞുങ്ങളെയും എങ്ങോട്ടാണ് കൊണ്ടുവന്നത്? തന്റെ അമ്മയുടെ അടുത്തേക്കാണല്ലേ. അപ്പൊ അമ്മ എന്താ ചെയ്തത്? രൂരുക്കി മദദ്സേ, രൂരുവിന്റെ സഹായത്തോടെ അമ്മ എന്ത് ചെയ്തു? പതുക്കെ പതുക്കെ മുഴുവൻ കുട്ടികളെയും തന്റെ മൃദുവായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോമളമായിട്ടുള്ള സഞ്ചിയില് വെച്ചു, തന്റെ പൗച്ചില് വെച്ചു. യഹാവുനെ കോയി ഖതര നഹീത, യഹാം എന്ന് പറഞ്ഞാല് ഇവിടെ, ഖതര എന്ന് പറഞ്ഞാല് അപകടം. ഇവിടെ അവർക്ക് ഒരു അപകടം ഉണ്ടായിരുന്നില്ല. ചിടിയാം ഖുഷി സെ ഗാനെ ലഗി, ചിടിയാം എന്ന് പറഞ്ഞാല് പക്ഷികൾ, ചിടിയ എന്ന് പറഞ്ഞാല് പക്ഷി, ഖുഷി എന്ന് പറഞ്ഞാല് സന്തോഷം, ഗാനെ ലഗി എന്ന് പറഞ്ഞാല് പാടാൻ തുടങ്ങി, പക്ഷികൾ സന്തോഷത്തോടെ പാടാൻ തുടങ്ങി. ഉനോനെ രൂരു കോ ബി ഗാനാ സിഖാ ദിയ, അവര് രൂരുവിനെയും പാടാൻ പഠിപ്പിച്ചു. ഉസ് രാത് രൂരു ആഹിസ്താസി സംബൽക്കർ അമ്മി കി ജേബ് മേം ഗുസ, രാത്രി എന്ന് പറഞ്ഞാല് രാത്രി, നൈറ്റ് എന്നുള്ള അർത്ഥാണ്. ആഹിസ്ത എന്ന് പറഞ്ഞാല് പതുക്കെ, സംബൽക്കർ ശ്രദ്ധിച്ച്, അമ്മി എന്ന് പറഞ്ഞാല് അമ്മയാണ്, ജേബ് എന്ന് പറഞ്ഞാല് സഞ്ചി പൗച്ച് എന്നുള്ളതാണ്. ഈ കാര്യങ്ങളൊന്നും നിങ്ങൾ മറന്നു പോവരുത്. അതിനാണ് ജേബ് എന്നുള്ളതും അമ്മി എന്നുള്ള വാക്കുകളൊക്കെ വീണ്ടും ആവർത്തിച്ച് അർത്ഥം പറഞ്ഞു തരുന്നത്. ഗുസ എന്ന് പറഞ്ഞാല് കയറി. ആ രാത്രി രൂരു പതുക്കെ ശ്രദ്ധിച്ച് അമ്മയുടെ സഞ്ചിയിൽ കയറി. വഹ് ചിടിയോं की बगल में दुबक गया, ബഗൽ മേ എന്ന് പറഞ്ഞാല് അരികില്, ദുബക് ഗയ എന്ന് പറഞ്ഞാല് പതുങ്ങിക്കിടന്നു. ഈ രൂരു ഈ പക്ഷികളുടെ അരികില് പതുങ്ങിക്കിടന്നു. അബ്വോ അക്കീല നഹീത, അബ് എന്ന് പറഞ്ഞാല് ഇപ്പോൾ, അക്കീല എന്ന് പറഞ്ഞാല് ഒറ്റയ്ക്ക്. ഇപ്പോൾ അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു, തനിച്ചല്ലായിരുന്നു. രൂരുവിന്റെ സഹായത്തോടെ ഈ അമ്മയായ കങ്കാരു പതുക്കെ എല്ലാ കുട്ടികളെയും തന്റെ സോഫ്റ്റ് ആയിട്ടുള്ള പോക്കറ്റിൽ വെച്ചു. ഇപ്പൊ ഈ പക്ഷികൾക്ക് ഒരു അപകടം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? അവരെ ഒരുപാട് സന്തോഷത്തോടെ പാട്ട് പാടാൻ തുടങ്ങി. രൂരുവിനും ഈ പാട്ട് പാടാൻ പഠിപ്പിച്ചു കൊടുത്തു. അങ്ങനെ രൂരു പതുക്കെ ശ്രദ്ധിച്ച് തന്റെ അമ്മയുടെ സഞ്ചിയിൽ കയറി. എന്നിട്ട് ആ പക്ഷികളുടെ അരികില് പതുങ്ങിക്കിടന്നു. ഇതുവരെ ഞാൻ ഒറ്റയ്ക്കാണ്, എനിക്ക് ഫ്രണ്ട്സ് ഒന്നും ഇല്ല എന്ന് പരാതി പറഞ്ഞിരുന്ന രൂരു ഇപ്പൊ ഒറ്റയ്ക്കല്ല. ഇവിടെ ഒരു അമ്മ ആത്മാർത്ഥതയോടെ തന്റെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുന്നതും ആഴത്തിൽ സ്നേഹിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കഥയില് പരസ്പര സ്നേഹത്തെക്കുറിച്ചും പരസ്പരം സഹായിക്കുന്നതിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അതായത് ഒരാള് മറ്റൊരാളെ സഹായിക്കുന്നതിനെ കുറിച്ച്. അപ്പൊ നിങ്ങളും അത് മനസ്സിലാക്കുക. രൂരുവിനെ പോലെ നിങ്ങളെ കൂടെ ഉള്ളവരെന്തെങ്കിലും പ്രശ്നത്തിൽ പെട്ടുപോയിട്ടുണ്ടെങ്കിൽ അവരെ സഹായിക്കുകയും സ്നേഹിക്കുകയൊക്കെ ചെയ്യുക. രൂരു എന്നുള്ള കഹാനി ഇവിടെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ എഴുതാൻ പറ്റുന്ന രീതിയിലാണ് ക്ലാസ് എടുത്ത് തന്നിട്ടുള്ളത്. ക്ലാസ് എടുക്കുമ്പോൾ തന്നെ പല പ്രധാനപ്പെട്ട പോയിന്റ്സുകളും പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് പഠിക്കുക. പിന്നെ ഈ കഥയിലുള്ള ഓരോ ഇൻസിഡൻസ് നിങ്ങൾ ഓർത്ത് വെക്കുക. കാരണം ഈ കഥയിൽ നടന്ന കുറച്ച് കാര്യങ്ങൾ തന്ന് അത് നിങ്ങളോട് ക്രമത്തിൽ എഴുതാനുള്ള ചോദ്യം വരാം. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ആ ചോദ്യം വന്നിട്ടുണ്ട്. പിന്നെ കങ്കാരു പറഞ്ഞ കാര്യവും രൂരു പറഞ്ഞ കാര്യവും അമ്മയായ കങ്കാരു പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഓർത്ത് വെക്കുക. ഇതൊക്കെ പരീക്ഷയ്ക്കും ചോദ്യമായിട്ട് വരാവുന്നതാണ്. പിന്നെ നിങ്ങളടുത്ത് എനിക്ക് പറയാനുള്ള, നിങ്ങളുടെ 6ാം ക്ലാസ്സിലെ എല്ലാ പാഠഭാഗങ്ങളും നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പോയി കാണുക. ഈ രൂരു എന്നുള്ള കഹാനി നിങ്ങൾക്ക് ക്ലാസ് എടുത്ത് തന്നത് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും നിങ്ങൾ എന്നെ കമന്റ് ബോക്സിലൂടെ അറിയിക്കാൻ മറന്നു പോകരുത്. അപ്പൊ നമുക്കിനി അടുത്ത ക്ലാസ്സിൽ കാണാം.